ഡെയിലി തുട്സിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും സ്വാഗതം. വിശുദ്ധ 1 ശമൂവേൽ 5-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. പിറ്റേന്നാൾ രാവിലെ അവർ എഴുന്നേറ്റപ്പോൾ ദാഗോൻ യഹോവയുടെ പെട്ടകത്തിൻ്റെ മുമ്പിൽ കവിണ്ണു വീണ് കിടക്കുന്നത് കണ്ടു. ദാഗോന്റെ തലയും അവൻ്റെ കൈപ്പത്തികളും ഉമ്മരപ്പടിമേൽ മുറിഞ്ഞു കിടന്നു. ദാഗോന്റെ ഉടൽ മാത്രം ശേഷിച്ചിരുന്നു. യഹോവയുടെ പെട്ടകം ദാഗോന്റെ ക്ഷേത്രത്തിൽ കൊണ്ട് സ്ഥാപിച്ചപ്പോൾ അവിടുത്തെ ആരാധനാമൂർത്തിയായിരുന്ന ദാഗോൻ നിലംപരിചായി കയ്യും കാലും തകർന്ന അനുഭവത്തിൽ ആ വിഗ്രഹം താറുമാറായി. ആർക്കും ഇളക്കുവാൻ കഴിയാത്ത, ആർക്കും തകർക്കുവാൻ കഴിയാത്ത അഭീമാകാരമായ ആ വിഗ്രഹം ദൈവത്തിൻ്റെ പെട്ടകം അതിനകത്ത് കൊണ്ട് വെച്ചപ്പോൾ അത് തകർന്നു. അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് മോഷ്ടിച്ചു കൊണ്ടുപോയ പെട്ടകം ശത്രുശക്തികളെ നിർമൂലമാക്കി. നമ്മുടെ ഭവനത്തിൽ ദൈവത്തിൻ്റെ പെട്ടകമിരിക്കും. നമ്മുടെ ഭവനത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വരുമ്പോൾ, നമ്മുടെ ഭവനത്തിനകത്ത് ദൈവശക്തി ഇറങ്ങുമ്പോൾ ദാഗോന്റെ ശക്തികൾ തകിടം മറിയും. ആ ശക്തികൾ താറുമാറായിത്തീരും. അങ്ങനെയാണെങ്കിൽ ഇന്ന് കർത്താവിൽ നമുക്ക് ശരണപ്പെടാം. അതെ, പിശാചിൻ്റെ ശക്തികൾക്ക് ദൈവത്തിൻ്റെ പെട്ടകത്തെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. പെട്ടകം കാണുമ്പോൾ അത് തകർന്നു പോകും. ആ പെട്ടകമാകുന്ന ക്രിസ്തുവിനെ നമുക്ക് മുറുകെ പിടിക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളധികമായി സ്നേഹിക്കുന്ന ദൈവം, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ദാഗോന്റെ ക്ഷേത്രത്തിൽ സ്ഥാപിക്കപ്പെട്ട ദൈവത്തിൻ്റെ പെട്ടകം ദാഗോന്റെ ശക്തികളെ മുഴുവനും താറുമാറാക്കിയതുപോലെ ദൈവ സാന്നിധ്യം കടന്നു പോകുന്നത് ശത്രുവിൻ്റെ സകല ശക്തികളും മാറി സ്വസ്ഥതയും സമാധാനവും അനുഭവിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് കൃപയാലെങ്കിൽ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. നിലനാമത്തിൽ ഞാൻ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. സ്വർഗീയ സ്നേഹവും സാന്നിധ്യവും നിറഞ്ഞു നിൽക്കട്ടെ. കുരുക്കുകളും തടസ്സങ്ങളെല്ലാം മാറിപ്പോകട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ.